പോസിറ്റീവായിട്ട് പിടിച്ചു നിർത്തി അവസാനം വരെ കാത്തിരുന്ന് ആ ഒരു വിജയത്തിലേക്ക് വരാനൊക്കെ ആയിട്ട് എനിക്ക് ക്ഷമ തന്നു. ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു, അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ശക്തി തന്നു. ഉടമ്പടിയിലൂടെ നിങ്ങൾക്കും എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് മേരി ഗ്രേസ്. ആലപ്പുഴ ജില്ലയിലെ കാട്ടൂർ എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഈ കൃപാസനം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തു നിന്ന് 15 മിനിറ്റ് മാത്രം യാത്ര ചെയ്താൽ എത്താവുന്ന ദൂരമേ ഉള്ളൂ എനിക്ക്. അപ്പം ഞാൻ 2022 നവംബർ 18-ാം തീയതിയിലാണ് ഇവിടെ വന്ന് മാതാവിൻ്റെ ഉടമ്പടി ചെയ്യുന്നത്. പിന്നെ ഉടമ്പടിയിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ആയുർവേദ PG എൻട്രൻസ് എക്സാമിൽ എനിക്കൊരു ഗവൺമെൻറ് കോളേജിൽ സ്റ്റൈപ്പൻഡറി സീറ്റോടുകൂടി അഡ്മിഷൻ ലഭിക്കണം. അപ്പോൾ സാധാരണ ഞാനിങ്ങനെ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ പലതും കേട്ടിട്ടുണ്ട്, പക്ഷേ അതെല്ലാം പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന സമയത്ത് പരീക്ഷയ്ക്ക് പോകുമ്പോഴൊക്കെ ആ മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥം ലഭിക്കാൻ വേണ്ടിയിട്ടും വിജയം ലഭിക്കാനും ഒക്കെ ആയിട്ട് പലരും അത്തരം സാക്ഷ്യങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പരീക്ഷ കഴിഞ്ഞു, റിസൾട്ടും വന്നു. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച രീതിയിൽ ഉള്ളൊരു റാങ്ക് എനിക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഈ എക്സാം ഒരു 3 തവണ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഇതിൻ്റെ കോച്ചിങ്ങിന് പോയി ഫുൾ ടൈം ആ സിലബസ് അനുസരിച്ച് അതിൻ്റെ പുറകെ തന്നെ ഇരുന്ന് പഠിക്കാനായിട്ട് എനിക്ക് സമയമില്ല. കാരണം പ്രാക്ടീസ് എനിക്ക് കൊണ്ടുപോയേ പറ്റുള്ളൂ. എന്നാലാണ് എനിക്ക് ഫിനാൻഷ്യലി അല്പം സ്റ്റേബിളായിട്ട് നിൽക്കണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം, അതിൻ്റെ ഒപ്പം പഠിക്കുക എന്നുള്ള ഒരു മാർഗ്ഗം എനിക്ക് പറ്റുള്ളായിരുന്നു. പിന്നെ ഇത്തവണ ഞാൻ പരീക്ഷ എഴുതുമ്പോൾ എനിക്കിപ്പോൾ 1 വയസ്സുള്ള ഒരു മോള് ഉള്ളപ്പോഴാണ് ഞാൻ ഓൺലൈനായിട്ടൊരു കോച്ചിങ്ങിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ ആരംഭിക്കുന്നത്. പക്ഷേ നൈറ്റൊക്കെ ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചാൽ മോള് ഉറക്കത്തിൻ്റെ ഇടയിൽ എഴുന്നേറ്റ് ബഹളം വയ്ക്കും. അപ്പോൾ അവളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ എനിക്ക് ഈ കോച്ചിങ് സെൻറ്ററിൽ നിന്ന് പറയുന്ന സിലബസ് അതേ സ്പീഡിൽ അവർ പറയുന്ന ടൈമിലൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും സാഹചര്യങ്ങൾ അത്രയ്ക്കും അനുകൂലമായിരുന്നില്ല. അപ്പോൾ എൻ്റെ അങ്കിളിൻ്റെ വീട്ടിലാണ് ഞാനും മോളും ഈ ക്ലിനിക്കിൽ പോകാനുള്ള സൗകര്യത്തിനായിട്ട് സ്റ്റേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ആൻറ്റിയും മക്കളും ഒക്കെ കുഞ്ഞിനെ നോക്കി സഹായിക്കും. എന്നാലും എല്ലാത്തിനും ഒരു പരിമിതി ഉണ്ടല്ലോ. നൈറ്റിലൊക്കെ അവരൊക്കെ ഉറങ്ങുന്ന സമയത്ത് മോള് ബഹളം വയ്ക്കുമ്പോൾ അവരെ വിളിച്ചുണർത്തിയിട്ട് എനിക്ക് പഠിക്കണമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പം ഞാൻ അതിന് മുതിരാറില്ല, ഞാൻ കുഞ്ഞിനൊപ്പം സ്പെൻഡ് ചെയ്യും. അപ്പോൾ പലപ്പോഴും എനിക്ക് സിലബസ് പ്രോപ്പറായിട്ട് കവർ ചെയ്യാൻ പറ്റില്ല. എങ്കിലും പരീക്ഷയുടെ സമയമൊക്കെ ആയപ്പോൾ ഞാൻ കുറച്ചധികം ഹാർഡ് വർക്ക് ചെയ്തു. എന്നാൽ പറ്റുന്ന വിധത്തിലൊക്കെ ഞാൻ വർക്ക് ചെയ്ത് എന്നിട്ടാണ് എക്സാമിന് പോകുന്നത്. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഞാൻ ഇത്രയും നാൾ 3 തവണ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അപ്പോഴൊക്കെ എഴുതിയതിനേക്കാളും നല്ല ടഫായിട്ടുള്ള എക്സാമാണ്. അപ്പോൾ ഞാൻ അന്ന് ഉടമ്പടിയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ കോമൺ ആയിട്ട് നമ്മുടെ ബുദ്ധി വെച്ച് ചിന്തിച്ച് നോക്കി അനലൈസ് ചെയ്തപ്പോൾ എനിക്കിത് നല്ല ടഫാണ്. അതുകൊണ്ട് തന്നെ കോച്ചിങ് സെൻറ്ററുകാർ പറഞ്ഞിരുന്നു നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്യണം, ഒരു 120 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നിങ്ങളൊരു 110 എന്തായാലും അറ്റൻഡ് ചെയ്യണം, എന്നാലേ നിങ്ങൾക്കൊരു ഹോപ്പുള്ളൂ. പക്ഷേ എനിക്ക് ഇത് കണ്ടിട്ടൊന്നും തന്നെ തോന്നുന്നില്ല, കുറേ എല്ലാം കൺഫ്യൂസിങ് ആയിട്ടുള്ള ഓപ്ഷൻസാണ്. ഞാനൊരു 100 അറ്റൻഡ് ചെയ്തിട്ട് നിർത്തി. അപ്പം കുറേ ആലോചിച്ചൊക്കെ വന്നപ്പോൾ ടൈമും പോയി. ഇനി ആ 20 എന്നുള്ളത് ഞാൻ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് വിട്ടിട്ടാണ് എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ് ഇത്രയും നാളെ എഴുതിയ എക്സാമുകളിൽ വെച്ചിട്ട് ഏറ്റവും ടഫായിരുന്നു. അപ്പോൾ ഇതിന് മുൻപ് എഴുതിയപ്പോഴൊക്കെ എനിക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ കിട്ടാറുണ്ട്. പക്ഷേ അത്രയും വലിയ ഫീസ് കൊടുത്ത് പഠിക്കുക എന്ന് പറയുന്നത്, നമുക്ക് ഇങ്ങോട്ട് സ്റ്റൈപ്പൻഡൊന്നും ഇല്ലാതെ പഠിക്കുക എന്ന് പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഈ 3 വർഷവും ആ സീറ്റെല്ലാം വേണ്ടെന്നുള്ള രീതിയിൽ ഗവൺമെൻറ് സീറ്റ് കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇത് നോക്കിയിട്ട് കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു, എന്തായാലും വിട്ടേക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അങ്ങനെ റാങ്ക് വന്നപ്പോഴേക്കും സാധാരണ കിട്ടുന്നതിനേക്കാളും ഒരു അല്പം കൂടി നല്ല മെച്ചപ്പെട്ട റാങ്കാണ്. പക്ഷേ എങ്കിലും ഇതിന് മുന്നേ കിട്ടിയതിൽ നിന്ന് ഒരു ഗവൺമെൻറ് സീറ്റിലേക്ക് വരാനുള്ള യാതൊരു സാധ്യതകളും അതിൽ ഞാൻ കണ്ടില്ല. അങ്ങനെ ഞാൻ എൻ്റെ കോച്ചിങ് സെൻറ്ററിലെ സാറിനോട് പറഞ്ഞു റാങ്ക് ലിസ്റ്റ് വന്നിട്ട് എൻ്റെ റാങ്ക് ഇതാണ് എന്ന് പറഞ്ഞപ്പോൾ സാറ് എൻ്റെ റിയാക്ഷൻ എന്ന് മാത്രമായിരുന്നു. അതായത് അതൊരു വിഷമമായി പോയി, കിട്ടേണ്ടതായിരുന്നല്ലോ, ഇനി കിട്ടത്തില്ല എന്നുള്ള ആ ഒരു പ്രതീക്ഷ മാത്രം തരുന്ന ഒരു റിപ്ലൈ ആണ് എനിക്ക് കിട്ടിയത്. അതിനുശേഷം ഈ എൻട്രൻസ് ക്ലിയർ ചെയ്ത എൻ്റെ 1-2 ഫ്രണ്ട്സിനോടും ഞാൻ എൻ്റെ റാങ്ക് ഷെയർ ചെയ്തു. അപ്പോൾ അവർ നെക്സ്റ്റ് ടൈം എന്തായാലും കിട്ടും, ഇവിടം വരെ എത്തിയില്ലേ, ഓക്കെ ഇനി ആ ഒരു ഫ്ലോയിൽ ഇനി അങ്ങോട്ട് വായിച്ചാൽ എന്തായാലും എത്തും എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞാനപ്പോൾ മാനസികമായിട്ട് ഒരുപാട് വിഷമം തോന്നി. കാര്യം ഇനിയും ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ പഠിക്കണം, എന്താണെങ്കിലും വരട്ടെ എന്നുള്ള രീതിയിൽ അങ്ങ് വിട്ടു. പക്ഷേ അതിനുശേഷം ഈ കാര്യം ഞാൻ എൻ്റെ വീട്ടിൽ ഡിസ്കസ് ചെയ്തപ്പോൾ അങ്കിള് പറഞ്ഞു മോളെന്തായാലും പോയിട്ട് ഒരു ഉടമ്പടി എടുക്കും, മാതാവ് ഒരു അത്ഭുതം പ്രവർത്തിക്കും, പേടിക്കേണ്ട, ഉടമ്പടി ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ അങ്കിൾ എന്നെ ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ നവംബർ 18-ാം തീയതി മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി ചെയ്തു. എങ്കിലും
ആ ഒരു ആദ്യത്തെ ആഴ്ചയൊന്നും ഞാൻ ഉടമ്പടിയിലുള്ള എല്ലാ നിബന്ധനകളും ഫോളോ ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങനെ രാത്രിയിലൊക്കെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഉറങ്ങുന്നത് കൊണ്ട് രാവിലെ ഇങ്ങനെ എഴുന്നേൽക്കും, പ്രാർത്ഥിക്കും. അതിൽ എത്രത്തോളം ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഒരാഴ്ച. പക്ഷെ ആ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഈ സീറ്റ് കിട്ടിയേ മതിയാകൂ എന്നുള്ള രീതിയിലേക്ക് എൻ്റെ സാഹചര്യങ്ങൾ മാറി. അതായത് എനിക്ക് ഫിനാൻഷ്യലി ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലിനിക്കിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുമല്ല, പിന്നെ എനിക്കിനിപ്പോൾ വേറെയും സമ്മർദ്ദങ്ങൾ. അപ്പോൾ എനിക്ക് എന്തായാലും ഈ സീറ്റ് കിട്ടണം, നമ്മുടെ പ്രൊഫഷണലിൽ കുറച്ചും കൂടി ഒന്ന് സ്റ്റേബിളായിട്ട് തെളിഞ്ഞു വരണം. അല്ലാതെ ഒരു ചെറിയ ക്ലിനിക്കിൽ അങ്ങ് ഒതുങ്ങിപ്പോയാൽ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന പദ്ധതിയൊന്നും പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളൊരു തോന്നലും, ഇത് കിട്ടിയേ പറ്റൂ എന്നുള്ള ആ ഒരു ഭൗതികമായ സമ്മർദ്ദം എനിക്ക് വളരെയധികം വർദ്ധിച്ചു. അപ്പോൾ ഞാൻ ഉടമ്പടിയോട് കുറച്ച് വിശ്വസ്തത പാലിച്ചു തുടങ്ങി. ഞാൻ പള്ളിയിൽ പോയി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും കുമ്പസാരിച്ച്. പിന്നീട് എനിക്ക് ഏറ്റവും വീക്കായിട്ട് തോന്നിയത് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഏരിയയായിരുന്നു. അപ്പോൾ ഈ പത്രം വിതരണം ചെയ്യാനൊക്കെ പോകാനൊക്കെ എനിക്ക് അല്പം ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് ഞാൻ വിലയിരുത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് എൻ്റെ ഏറ്റവും വീക്കായിട്ടുള്ള ഏരിയ. അങ്ങനെ ഞാൻ ആ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയ മാസം ഞാൻ ഇവിടെ വന്ന് 2 കെട്ട് പത്രം വാങ്ങി. എന്നിട്ട് അതുമായിട്ട് ആവശ്യക്കാരെന്ന് തോന്നിയവർക്ക്, എല്ലാവർക്കും അല്ല, ഇപ്പോൾ ആശുപത്രികളിലൊക്കെ പോയിട്ട് ഞാൻ എല്ലാവർക്കും അത്യാവശ്യം കൊടുത്ത് അവരോട് മാതാവിനെ പറ്റി പറയും. നിങ്ങൾ വിഷമിക്കേണ്ട, അസുഖം മാറും, പ്രാർത്ഥിക്കാം, നിങ്ങളും ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം, നിങ്ങൾക്കും ഇതേപോലെ സാക്ഷ്യം പറയാനുള്ള അവസരം തരും മാതാവ് എന്നൊക്കെ പറഞ്ഞ് ഞാനത് കൊടുക്കുക. അപ്പോൾ എനിക്ക് തന്നെ ആദ്യമൊക്കെ പത്രം കൊടുക്കാൻ തുടങ്ങുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ചെയ്തു തുടങ്ങാം. പക്ഷേ ഗ്രാജുവലി എനിക്ക് അതിനോട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ അധികം പത്രം ഇവിടെ വന്ന് വാങ്ങി വിതരണം ചെയ്യാനൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഒരു സൂചന തരണം. എല്ലാവരും പറയുമല്ലോ അവർക്ക് എന്തെങ്കിലുമൊക്കെ മാതാവ് ഓരോ അടയാളങ്ങൾ കാണിച്ചു. പക്ഷേ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട്, എല്ലാവരും പറഞ്ഞത് നമുക്ക് നെക്സ്റ്റ് ടൈം നോക്കാം എന്നുള്ള രീതിയിൽ, ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഹോപ്പില്ല, ഇതാണ് റാങ്ക്. അത് ഹോപ്പുണ്ട്, അത് കിട്ടാൻ സാധ്യതയുണ്ടല്ലോ, അത് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. ആദ്യമായിട്ട് ഈ ഉടമ്പടി ചെയ്തതിന് ശേഷമാണ് എനിക്ക് അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വാക്ക് തന്നെ കേൾക്കാൻ പറ്റുന്നത്. അപ്പം എനിക്കറിയില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു അത്ഭുതം നടക്കണം, അല്ലാതെ ബൈ മെറിറ്റ് അത് നടക്കില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം ഞാൻ കുറച്ചും കൂടി ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തി അത് ചെയ്തു പോന്നു. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ 20-ാം തീയതി ലിസ്റ്റ് വന്നപ്പോൾ എൻ്റെ കാറ്റഗറി ലിസ്റ്റിൽ എൻ്റെ റാങ്ക് 5 ആണ്. അപ്പോൾ 5 ആയതുകൊണ്ട് അത് കിട്ടുമോ ഇല്ലേ എന്നൊക്കെ കൺഫ്യൂഷൻ. അങ്ങനെ ഞാൻ പ്രോസ്പെക്റ്റേഴ്സ് എടുത്ത് ഈ ലിസ്റ്റ് വരുന്നതിന് മുമ്പ് ഞാൻ മാതാവിനോട് പറഞ്ഞു 5-ലെങ്കിലും എന്നെ ഉൾപ്പെടുത്തണം, അതിലേ താഴെ പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല, അപ്പോൾ 5-ാമത്തെ റാങ്കിലെങ്കിലും എന്നെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് എനിക്കൊരു എക്സാം ഉണ്ട്. അപ്പോൾ എക്സാമിന് കയറാൻ നേരം ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചെന്ന് മെസ്സേജ് വന്നു. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നോക്കണ്ട, ഇറങ്ങിയിട്ട് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ എന്തെങ്കിലും കയറുകയാണ്. അപ്പോൾ ഇറങ്ങി വന്നപ്പോൾ എന്നോട് പറഞ്ഞ് അത് കുഴപ്പമില്ല, നമുക്ക് നോക്കാം, ഇപ്പം 5 ആണ്. അപ്പം ഞാൻ പറഞ്ഞു 5 ആണോ? 5 ആണെങ്കിൽ എനിക്ക് എന്തായാലും കൃപാസനത്തിലൊന്ന് പോകണം, ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടാണ് വന്നത്, എന്നെ 5-ൻ്റെ ഉള്ളിലൊന്ന് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു, എന്നെ ആ 5-ാമത്തെ റാങ്കായിട്ട് ഉൾപ്പെടുത്തിയതിന് 1000 നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് അന്നും പത്രമൊക്കെ വാങ്ങി ഞാൻ ഇവിടുന്ന് പോയി. പിന്നീട് ഓപ്ഷൻ രജിസ്റ്ററിങ് വന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ മുന്നിലുള്ള 2 പേരൊക്കെ ഓപ്പൺ മെറിറ്റിൽ കയറും. അപ്പോൾ ഈ 5-ൽ നിന്ന് 2 പേര് പോയാൽ 3 പേർക്ക് എന്തായാലും ഒരു സീറ്റ് കിട്ടും. പക്ഷേ അവിടെ വന്നത് നല്ല സബ്ജക്റ്റാണോ, ഡിമാൻഡിങ് ആയിട്ടുള്ള സബ്ജക്റ്റാണോ, സ്കോപ്പുള്ളതാണോ എന്നുള്ളതായിരുന്നു പിന്നീടുള്ളൊരു വിഷയം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും കിട്ടില്ല എന്ന് വിചാരിച്ച സ്ഥലത്ത് നിന്ന് തന്നെ മാതാവ് ഇവിടം വരെ എത്തിച്ച് ഏറ്റവും നല്ലത് കാണിച്ചു തരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോയി. പക്ഷേ എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഈ സൺഡേ എൻ്റെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് വന്നത്. അതായത് അപ്പോൾ സാർ എന്നോട് പറഞ്ഞു, പിന്നെ ആദ്യത്തെ നല്ല സബ്ജക്റ്റുകളൊക്കെ ഫസ്റ്റ് റാങ്കുള്ളവരൊക്കെ എടുക്കും, കുഴപ്പമില്ല, താഴത്തേക്ക് വരുന്നതിൽ വെച്ച് ബെറ്റർ ആയിട്ടുള്ളത് പ്രയോർ ചെയ്ത് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഒരു പ്രൊവിഷണൽ ലിസ്റ്റ് വന്നപ്പോൾ തന്നെ എനിക്ക് കിട്ടിയിരുന്നത് സർജറിയാണ്. അപ്പോൾ സാർ എന്നോട് ഫസ്റ്റ് റാങ്കുള്ളവർ ചൂസ് ചെയ്യുന്ന സബ്ജക്റ്റാണ്, അപ്പോൾ അത് അവരെടുക്കുമായിരിക്കും എന്നുള്ള രീതിയിൽ ഞാനും അങ്ങനെ തന്നെ സാറിനോട് അത് കഴിഞ്ഞിട്ടുള്ള ഓപ്ഷൻസിൽ എന്ത് പ്രയോറിറ്റൈസ് ചെയ്യണം എന്ന് ചോദിക്കാനായിരുന്നു ഞാൻ വിളിച്ചത്. അപ്പം എനിക്ക് ആകെ ഒരു മാതാവ് അത്ഭുതം പ്രവർത്തിക്കുമെന്നറിയാം, പക്ഷേ ഇത് എനിക്കൊരു പ്രതീക്ഷിക്കാത്ത സംഭവമായി. അങ്ങനെ ഞാൻ പറഞ്ഞത് പ്രൊവിഷണൽ അല്ല, ഇനിയിപ്പോൾ മെയിനായിട്ടുള്ള ഒറിജിനൽ വരുമ്പോൾ മാറ്റം എന്തെങ്കിലും വരുമായിരിക്കുമെന്ന്. പക്ഷേ ഇല്ല, സൺഡേ വീണ്ടും മൺഡേ ആയപ്പോഴേക്കും അതിൻ്റെ കൺഫർമേഷൻ വന്നു. എനിക്ക് ഗവൺമെൻറ് ആയുർവേദ കോളേജ് പരിയാരത്തിൽ സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ PGക്ക് സീറ്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ ഞാൻ അങ്ങോട്ട് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. എനിക്കറിയാം ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ളതാണ്. അപ്പോൾ
മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞാനിത് ആദ്യമായിട്ടല്ല കൃപാസനത്തിൽ പ്രാർത്ഥിച്ചിട്ട് അനുഗ്രഹം നേടുന്നത്. കാര്യം കോവിഡ് ടൈമിലൊക്കെ എൻ്റെ ഹസ്ബൻഡ് കോവിഡ് പോസിറ്റീവ് ആയിരുന്നു 1 മാസത്തോളം. അപ്പോൾ ഒരുപാട് അസ്വസ്ഥതകൾ, ബ്ലഡ് ടെസ്റ്റിലൊക്കെ എല്ലാം കുറേയേറെ വേരിയേഷൻസ് കാണിക്കുന്നു, വിട്ടുമാറാത്ത പനി, അസ്വസ്ഥതകളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡായി. അപ്പോൾ ഡോക്ടേഴ്സിനോട് ഞാൻ ഒപ്പീനിയൻ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് ഇതൊരു പോസ്റ്റ് കോവിഡ് സിംറ്റംസ് ആണ്, ഇതിനെ പറ്റിയിട്ടൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല, ഇതിൽ കൂടുതൽ പഠനങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് എൻ്റെ മോൾക്ക് 6 മാസം പ്രായം, അതിനെ വീട്ടിലിട്ടിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ ഹസ്ബൻഡിൻ്റെ ഒപ്പം നിൽക്കുന്നത്. ഞാനപ്പോൾ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് എടുത്തിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, അപ്പോൾ എന്താണെങ്കിലും ഒരു സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് ഈ ടെസ്റ്റുകളെല്ലാം റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ അതെല്ലാത്തിൻ്റെയും വാല്യൂ ഒരു നോർമൽ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പ്രഥമ ദൃഷ്ടിയാൽ നോക്കിയാൽ അസാധ്യമാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഈ മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പിന്നീട് എനിക്ക് ഈ പത്രം കൊടുക്കുന്ന സമയത്തുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്, എനിക്ക് പരിചയമുള്ള ഒരാൾക്ക് ഞാൻ ഈ പത്രം കൊടുത്തു. അപ്പോൾ എന്നോട് അയാൾ പറഞ്ഞത്, ഇങ്ങനെ ഒരു കാര്യം കാണാനായിട്ട് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ആ ഒരു സിസ്റ്റം എനിക്ക് താല്പര്യമില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു അവിടെ പോയിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ എനിക്ക് ആ ഒരു ഇതിനോട് താല്പര്യമില്ല. ഇപ്പം ഞാൻ പറഞ്ഞു അത് നമ്മൾ ആ പ്രാർത്ഥനയെ എങ്ങനെ കാണുന്നു എന്നുള്ളതിൻ്റെ പ്രശ്നമാണ്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ദൈവത്തെ ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഉടമ്പടി. നമ്മൾ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ദൈവത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ ദൈവത്തിൽ നമ്മൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് നമ്മൾ ബ്ലെസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിശുദ്ധീകരിക്കപ്പെട്ടിട്ട് നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുന്ന പ്രാർത്ഥനയാണ്. പിന്നെ ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രലോഭനങ്ങളും ഇപ്പോൾ പ്രതികരിക്കേണ്ടതായ പല സാഹചര്യങ്ങളും ഉണ്ടാകാം. അപ്പോഴൊക്കെ പലതിനെയും നമ്മൾ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും ഉള്ള ശക്തി മാതാവ് തരുന്നുണ്ട്. നമ്മുടെ ആ ഒരു മാനസികാവസ്ഥ തന്നെ മാറും. ചില സാഹചര്യങ്ങളിൽ തെറ്റാണ് എന്ന് കണ്ടാൽ പോലും അത് ദൈവത്തിൻ്റെ നാമത്തിൽ ക്ഷമിച്ചു കൊടുക്കാനുള്ള ആ ഒരു കഴിവ് നമുക്ക് ലഭിക്കും. ഉടമ്പടി പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു കാര്യസാധ്യത്തിനുള്ള പ്രാർത്ഥനയല്ല, അതൊരു ജീവിത വിശുദ്ധീകരണ പ്രാർത്ഥനയാണ്. അപ്പോൾ അത് വിശ്വസ്തയോടുകൂടി ചെയ്താൽ നമുക്ക് ജീവിതാവസാനം വരെ നിത്യതയിലേക്കുള്ള ഒരു മാർഗ്ഗമാണ്. ജീവിതാവസാനം വരെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനുള്ള ഒരു അവസരമാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഒരു കാര്യസാധ്യ പ്രാർത്ഥനയായിട്ട് ആരും തെറ്റിദ്ധരിക്കരുതെന്നും, ഇനിയും ഒരുപാട് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം എനിക്ക് ഒരുപാട് സഹായം നൽകിയിട്ടുണ്ട്. കാരണം മാനസികമായിട്ട് ഒരുപാട് വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ധ്യാനം കേൾക്കുമ്പോൾ എന്തവസ്ഥയിലാണോ നമ്മൾ ഇരിക്കുന്നത് ആ സാഹചര്യത്തിന് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നും അച്ഛൻ എന്നെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്, ആ രീതിയിലാണ് വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. എനിക്ക് വ്യക്തിപരമായിട്ട് ആ ഉടമ്പടി ധ്യാനം എന്നെ ഒരുപാട് പോസിറ്റീവായിട്ട് പിടിച്ചു നിർത്തി അവസാനം വരെ കാത്തിരുന്ന് ആ ഒരു വിജയത്തിലേക്ക് വരാനൊക്കെ ആയിട്ട് എനിക്ക് ക്ഷമ തന്നു. ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ശക്തി തന്നു. ഉടമ്പടിയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറയുന്നു.